ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ എടപ്പള്ളിയിലുള്ള ഗ്രാൻഡ് മോളിലാണ്. ഇവിടെ മുകളിലത്തെ ഫ്ലോറിലായിട്ട് നമ്മുടെ ഗോ കാർട്ടിംഗ് അരേനയുണ്ട്, സ്പീഡ്വേ കൊച്ചി. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഗോ കാർട്ടിങ്ങിൽ ജോയിൻ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്പെഷ്യൽ അടിപൊളി ഗസ്റ്റ് ആണ്, മാത്യു തോമസ്. അപ്പോൾ വെൽക്കം ടു സ്പിൽ ദ കട്ടൻ. ശരിക്കും ഈ ഗോ കാർട്ടിംഗ് ആക്ച്വലി ചെയ്തിട്ടുണ്ടോ? ഇല്ല ചെയ്തിട്ടില്ല. ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട്, ട്രൈ ചെയ്തൊക്കെയുള്ളതുണ്ട്. കുഴപ്പമില്ല. ഓക്കെ, ഇപ്പൊ നമ്മള് അഞ്ച് ലാപ്പ് നമ്മൾ എടുത്തു നോക്കുവാണ്. ഞങ്ങൾ രണ്ടുപേരും ആക്ച്വലി ഗോ കാർട്ടിംഗ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈം ആണ്, പക്ഷെ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ആക്സിലേറ്റർ അല്ല കേട്ടോ, ഇത് ആക്സിലേറ്റർ, ഇത് ബ്രേക്ക്. ഇപ്പോൾ സ്കൂളിൽ കൊടുക്കുന്ന ഒരു വളരെ റാൻഡം ആയിട്ടുള്ളൊരു ഓഡിഷൻ, പിന്നെ അതിൽ നിന്ന് ഫ്രാങ്കി എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തു, ഇപ്പൊ ലിയോ വരെത്തി നിൽക്കുന്നു. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, അതായത് ആ ഒരു ജേർണി ഇല്ലായിരുന്നെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് കരിയർ ചൂസ് ചെയ്തേനെ, അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാൻ ആക്ച്വലി ഇപ്പൊ വൺസ് ഇതിട്ട് ഫോളിൻ ആയ പിന്നെ ഞാൻ എനിക്ക് അങ്ങനെ വേറെ ഒന്നും ആലോചിച്ചിട്ടില്ല. ഞാൻ ഇതിലെങ്ങനെ സസ്റ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതിലെങ്ങനെ ബെറ്റർ ആവാം, എന്തൊക്കെ ചെയ്യണം, ഇത് ഇങ്ങനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു എന്നോ അല്ലെങ്കിൽ ഇത് എനിക്ക് താല്പര്യമുള്ള ഒരു സാധനമാണെന്നോ എന്ന് അറിഞ്ഞതൊക്കെ ഞാൻ വന്നതിന് ശേഷം. അപ്പൊ വൺസ് ഇതിലെ ആയ പിന്നെ ഇത് തന്നെ ബാക്കിലേക്ക് അങ്ങനെ ചിന്തിച്ചിട്ടില്ല. സ്കൂളിൽ ആക്ച്വലി എങ്ങനത്തെ ടൈപ്പ് ഓഫ് സ്റ്റുഡന്റ്? ബുജി അല്ല, കുറച്ചൊരു ഒന്നും ആയിരുന്നില്ല. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സ്റ്റുഡൻസും ഉണ്ട് ഞങ്ങൾ, കുറച്ച് മിഡിൽ ബെഞ്ചേഴ്സ്. പഠിക്കുക, അത്യാവശ്യം പാസ്സാവും, അത്യാവശ്യം എല്ലാം ചെറുതായിട്ട് ചെയ്യും. അങ്ങനെ എല്ലാത്തിലും ഭയങ്കര ഒന്നും പർട്ടിക്കുലർ ഫീൽഡിൽ നമ്മൾ അങ്ങനെ ടോപ്പ് ഒന്നും അല്ല. നോർമലി ബാക്ക് ബെഞ്ചേഴ്സ് സ്പോർട്സിൽ നല്ലതായിരിക്കും, ഫ്രണ്ടിലിരിക്കുന്നവർ പഠിക്കാൻ നല്ലതായിരിക്കും. നടുക്ക് ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട്, മിഡിൽ ബെഞ്ചേഴ്സ്, എല്ലാത്തിലും ഒന്നും അല്ലാത്ത കുറച്ച്. ഇന്ന പെർട്ടിക്കുലർ ഫുഡ് അങ്ങനെ ഇൻട്രസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കൂടുതലും കംഫർട്ടബിൾ ചോറും കറിയാണ്. അത് ഇപ്പോൾ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ അവര് നമുക്ക് ഇപ്പൊ കൊച്ചിയിലാണെങ്കിൽ നമുക്ക് അവരുണ്ടാക്കി തരും, ഒരു കാരിയർ ഉണ്ടാവും നമുക്ക്, കഞ്ഞി, ചപ്പാത്തി. പക്ഷെ അപ്പൊ പിന്നെ ഇപ്പൊ 30 days ഷൂട്ട് ഈ ഫുഡൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോ ഫുഡൊക്കെ കഴിയുമ്പോൾ ഭയങ്കര സമാധാനമാണ്. അമ്മയുടെ ഫുഡൊക്കെ കഴിച്ച് ഈ ചൈൽഡ്ഹുഡ് ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് അങ്ങനെ ഇല്ല. അങ്ങനെ ഒരു ഇതില്ല. അമ്മ ചോറും കറിയൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കി തരും. ചില ദിവസങ്ങളിൽ ഇപ്പം ചോറ്, മോരുകറി, ബീഫ്, മീൻകറി, കാളൻ, അതുണ്ടാവും. അപ്പം അമ്മ ഇതെല്ലാം ഒരുമിച്ച് ഉണ്ടാക്കും ചില ദിവസങ്ങൾ. നാടനാണ് കോമൺലി. അതെ. ബർഗറോ അങ്ങനെ എന്തായാലും ഒരു 2 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും മടുക്കും, ഒരു സാച്ചുറേഷൻ പോയിന്റ് എത്തും. പിന്നെ ഇപ്പോ ഷൂട്ടിംഗ് ലൊക്കേഷൻസ് ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുള്ള ആളാണ് മാത്യു. ഇപ്പോൾ പോണ്ടിച്ചേരിയിൽ പോയിട്ടുണ്ട്, മാൽദീവ്സിൽ പോയിട്ടുണ്ട്, കാശ്മീർ പോയി ഇവിടെ ഷൂട്ടിങ്ങിനൊക്കെ. അപ്പോൾ അവിടെ വെച്ച് എന്താ പറയുക, എക്സ്പ്ലോർ ചെയ്തേക്കുന്ന ഒരു പെർട്ടിക്കുലർ ഫുഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അവിടെ നമ്മളൊന്ന് അന്വേഷിക്കും അവിടെ എന്താ സ്പെഷ്യൽ എന്നുള്ളത്, എന്നിട്ട് പോയി നോക്കാറുണ്ട്. ഇപ്പൊ ട്രിവാൻഡ്രത്തൊക്കെ കുറെ സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ മട്ടൻ കിട്ടുന്ന. റെജിലാസ് എന്ന് പറഞ്ഞൊരു സ്പോട്ട് ഉണ്ട്. ഏതിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ പോയപ്പോഴാണ്? ട്രിവാൻഡ്രം എനിക്ക് ക്രിസ്റ്റിയുടെ ഷൂട്ട്. അപ്പൊ എയർപോർട്ടിന്റെ തൊട്ടടുത്ത്. അപ്പൊ നമുക്ക് എയർപോർട്ടിലൊക്കെ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എയർപോർട്ടിൽ ഷൂട്ട് കഴിഞ്ഞാൽ നേരെ റെജിലാസിൽ പോകും. ഞങ്ങള് കുറച്ച് പേര്, ഞങ്ങളൊരു DOP ആനന്ദേട്ടൻ, അങ്ങനെ ഞങ്ങളൊരു 4-5 പേരൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ പോയി കഴിക്കും. പോണ്ടിയിൽ ടാൻറ്റോസ് എന്നൊക്കെ പറഞ്ഞൊരു പിസ്സ പ്ലേസ് ഉണ്ട്. അപ്പൊ അവിടെ തന്നെ കുറച്ച് ചേച്ചിമാര് ഉണ്ടാക്കുന്ന പിസ്സയാണ്. പക്ഷെ ഭയങ്കര ആക്ച്വലി അത്യാവശ്യം വേൾഡ് ഫേമസ് ആണ്. അത് വെച്ച് അവർ തന്നെ ഉണ്ടാക്കുന്ന ഭയങ്കര പക്ഷെ എന്താ ഫുൾഫില്ലിംഗ് ഫുഡാണ്. പക്ഷെ ഇത് ഭയങ്കര പുറത്തുനിന്നൊക്കെ ആൾക്കാർ കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പോണ്ടിച്ചേരിയുടെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പം അവിടെ ഒരു തിയേറ്റർ വർക്ക്ഷോപ്പ് ചെയ്യാൻ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ശരിക്കും ഈ തിയേറ്റർ വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്തിട്ട് തട്ടിൽ നിന്ന് പെർഫോം ചെയ്യുന്നതും ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ പെർഫോം ചെയ്യുന്നതും രണ്ടാണല്ലോ. അപ്പോൾ എത്രത്തോളം ആ ഒരു ഡിഫറൻസ് മനസ്സിലായി? തിയേറ്റർ വർക്ക്ഷോപ്സ് ഇപ്പോൾ ഞാൻ ചെയ്തതായാലും നമുക്ക് അതിനൊരു എങ്ങനെയാ അത് പറയാ, അതിനൊരു ബേസ് കിട്ടുക, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു ഐഡിയ നമുക്ക് പെർഫോം ചെയ്യുമ്പോൾ കുറേ കൂടെ പ്രോസസ്സുകൾ കിട്ടാൻ, ഞാൻ അങ്ങനെ ഒരു എന്താണ് നമുക്ക് പുതിയതായിട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഒരു സാധനം പ്രസന്റ് ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു ഐഡിയക്ക് വേണ്ടിയാണ് ഞാൻ പോയത്. അപ്പൊ ഞാൻ റാദർ ദാൻ ഒരു സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ക്യാമറയ്ക്ക് വേണ്ടി പെർഫോം ചെയ്യുന്ന അതിനുപരി കുറച്ചും കൂടെ ഇപ്പൊ ഒരു സീൻ കിട്ടിയാൽ അതെങ്ങനെയൊക്കെ ബിൽഡ് ചെയ്യാം പെർഫോമൻസ് വൈസ്, അത് മനസ്സിലാക്കാനാണ് ഞാൻ കുറച്ചും കൂടെ പോയത്. അപ്പൊ എനിക്കിപ്പോ അതാണ് ഞാൻ ഫോക്കസ് ചെയ്തത് കുറച്ചും കൂടെ. ശരിക്കും ഈ തിയേറ്ററിൽ അതായത് നാടകം നമ്മൾ ഇത് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ റിയാക്ഷൻസ് ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കില്ലേ കമ്പയർ ടു ഇത്? വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തിട്ട് തിരിച്ച് വർക്കിലേക്ക് വരുമ്പോൾ ടോൺ ഡൗൺ ചെയ്യേണ്ടി അങ്ങനെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു? തിയേറ്ററിൽ എന്താന്ന് വെച്ചാൽ ഓഡിയൻസ് ഒരു ഡിസ്റ്റൻസിലായതുകൊണ്ടാണ് നമുക്ക് അത്രയും ലൗഡായിട്ട് പെർഫോം ചെയ്യേണ്ടത്. സിനിമ വരുമ്പോൾ എന്ന് വെച്ചാൽ ക്യാമറ ഭയങ്കര തൊട്ടടുത്താണല്ലോ, നമുക്ക് ഐ മീൻ ഇത്രയും അടുത്ത ഒരു ക്യാമറയ്ക്ക് വരാം. അപ്പൊ നമ്മൾ അത്രയും ഭയങ്കര കുറവ് ലെസ് സട്ടിലായിട്ട് ചെയ്താൽ മതി. ബട്ട് ഈവൻ ഇപ്പോൾ സിനിമയിലാണെങ്കിൽ പോലും വൈഡൊക്കെ വെക്കുമ്പോൾ നമ്മൾ കുറച്ച് നമ്മൾ ക്ലോസിൽ ചെയ്യുന്ന പെർഫോമൻസ് കുറച്ച് ലൗഡായിട്ട് ചെയ്യേണ്ടി വരും, എന്നാലാണ് അത് കാണാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്കല്ല അങ്ങനെ ഒരു എഫക്ഷൻ എടുക്കണോ സംസാരിക്കും. നിങ്ങൾ അങ്ങനത്തെ തമ്മിലൊക്കെ ഇടുമോ? ഞാനിതിൽ ആക്ച്വലി കുറച്ച് ട്രിപ്പ് ചെയ്ത് തുടങ്ങുവാണ്. ആക്ച്വലി ലോകേഷ് സാറിന്റെ ആ ഒരു എന്താ പറയുക വർക്കിംഗ് പ്രോസസ് എന്ന് പറയുന്നത് ലൈക്ക് ലൊക്കേഷനൊക്കെ എങ്ങനെയായിരുന്നു? ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ഉണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ ഒരു വലിയ പടമാണ്, അതിന് മോർ ദാൻ 100 days ഷൂട്ടും അത്രയും കുറെ കാസ്റ്റും ബഡ്ജറ്റും ഉള്ള സിനിമയുണ്ട്. ഡെഫിനറ്റ്ലി ഡിസിപ്ലിൻ ഉണ്ട്. പക്ഷെ എല്ലാവരും കംഫർട്ടബിൾ ആയിരുന്നു, എല്ലാവരും ഫ്രീ ആയിരുന്നു. അങ്ങനെ ആർക്കും ഒരു പെർട്ടിക്കുലർ റഷില്ല, ഇന്ന് ഇതൊക്കെയാണ് നമ്മൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളൊരു ഐഡിയ ഉള്ളതുകൊണ്ട് അത് അങ്ങനെ കംഫർട്ടബിൾ ആൻഡ് ഈസി ആയിട്ട് പോവും. ആക്ച്വലി വിജയ് സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടേ ആളുടെ ഈ വർക്ക് ചെയ്യുന്ന രീതി അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻസ്പയർ ചെയ്ത അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? വിജയ് സാർ ഭയങ്കര സൈലന്റ് ആക്ച്വലി സെറ്റില്, അങ്ങനെ ഭയങ്കര സംസാരമൊന്നുമില്ല പുള്ളി. ബട്ട് ഹിൽ ബി ദർ, തന്നെ ഇങ്ങനെ ഇരുന്ന് എവിടെയെങ്കിലൊക്കെ ഇരുന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ വന്ന് ചോദിക്കും. ഭയങ്കര സംസാരിക്കുന്നു അല്ലെങ്കിൽ സൈലന്റ് ആണ്. പക്ഷെ ദാറ്റ്സ് ലൈക്ക് ദ ബെസ്റ്റ് തിങ് അബൌട്ട് ഹിം ഓൾസോ. അതെ അതെ, ഭയങ്കര കാമൻ കമ്പോസ്, ഭയങ്കര നമ്മളെ കംഫർട്ടബിൾ ആക്കും. നോട്ട് ജസ്റ്റ് എന്നെ മാത്രം, പക്ഷെ എല്ലാരെയും. ഇപ്പൊ ELന്റെ ഒക്കെ അടുത്താണെങ്കിൽ പുള്ളി ഇപ്പം പോയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ലൈക്ക് ഭയങ്കര രസമാണ് അത് കാണാനൊക്കെ ആയിട്ട്. പ്ലസ് ഒരു സീനിന്റെ ഇപ്പൊ ഒരു സീൻ ചെയ്യണേലും സീൻ പേപ്പർ പുള്ളി വിജയ് സാറിന്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും കയ്യില്. പുള്ളി അതിങ്ങനെ മടക്കി പോക്കല്ല ഇങ്ങനെ സാർ വെച്ചിട്ടുണ്ടാവും, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും. വെരി നൈസ് ടു സീ. മാത്യുയുടെ ഒരു ഇപ്പം ഇവിടെ തന്നെയാണല്ലോ പഠിച്ചതും വളർന്നതൊക്കെ. അപ്പം സാധാരണ വെക്കേഷൻ, ഹൗ ഇസ് യുവർ സമ്മർ വെക്കേഷൻ യൂഷ്വലി? എങ്ങനെയായിരിക്കും സാധാരണ ഇപ്പൊ പഠിക്കുന്ന സമയത്തൊക്കെ? ചെറുതായിരുന്നപ്പോ സമ്മർ വെക്കേഷൻ ലൈക്ക് എന്താ, വീടിന്റെ കുറച്ച് അപ്പുറം മാറിയിലേക്ക് ഒരു പറമ്പുണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ പോയിട്ട് ഇങ്ങനെ സമ്മർ തുടങ്ങിയാൽ അന്ന് വൈകുന്നേരം മുതലേ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് വന്ന ഉടനെ ബാറ്റും ബോളും എടുത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു നെക്സ്റ്റ് ഒരു 2 months ഫുൾ ക്രിക്കറ്റ് കളിയായിരിക്കും. പിന്നെ സമ്മർ വെക്കേഷനിലായിരിക്കും കൂടുതൽ സിനിമയൊക്കെ കാണാൻ വീട്ടിൽ നിന്ന്. ഞങ്ങൾ ഇപ്പോഴാണ് കൂടുതലും സിനിമ കാണാൻ ഒക്കെ പോയത്. ഞാൻ എൻ്റെ ചേട്ടൻ്റെ ഒക്കെ സ്കൂളൊക്കെ കഴിഞ്ഞ് ഇപ്പോഴിപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഞങ്ങൾ സിനിമ കാണാൻ പോകും വീട്ടിൽ നിന്ന്. അല്ലെങ്കിൽ യൂഷ്വലി വെക്കേഷൻ സമയത്ത് മാത്രമാണ് സിനിമ ഒക്കെ കാണാൻ കൂടുതലും പോകത്തുള്ളൂ. കംഫർട്ട് മൂവി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കംഫർട്ട് മൂവി ഒരു 2-3 ഉണ്ട്. മൂക്കിലെ രാജ്യത്ത് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, ഭയങ്കര കംഫർട്ട് മൂവി. അതാണ് 50/50 എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്, ഒരു ക്യാൻസർ ഓവർകം ചെയ്യുന്ന ഒരു പടം. അതും പിന്നെ ദിസ് ഇസ് വേർ ഐ ലീവ് യു എന്ന് പറഞ്ഞിട്ടൊരു ഫാമിലി. ഇതാണ് ഇവിടെ ഞാൻ നിന്നെ വിടാൻ പോവാ. അല്ലല്ല
അതിന്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ. അപ്പൊ അത് രണ്ടും ഇത് മൂന്നും മുക്കിലെ രാജ്യത്ത് ദിസ് ഇസ് വെയർ ഐ ലീവ് യു 50/50. അപ്പൊ ശരിക്കും ക്രിക്കറ്റ് ഫാൻ ആണോ ഫുട്ബോൾ ഫാൻ ആണോ എന്ന് ചോദിക്കുവാണെങ്കിൽ എന്ത് പറയും? രണ്ടും ഓക്കെയാണ്. ഓക്കെയാണ്. അന്ന് ഞാൻ കുറച്ച് ഫാക്ട് ഓർ ഫിക്ഷൻ എന്നുള്ളൊരു ചെറിയ സെഗ്മെന്റ് ഒന്നും അല്ല, ഒരു 3 ക്വസ്റ്റ്യൻ ചോദിക്കാം. മാത്തിനെ കുറിച്ച് കേട്ട കാര്യങ്ങളാണ്, സത്യമാണോ? എന്നെ പറ്റിയാണോ? ഞാനടുത്ത് വേറെ ജനറൽ നോളജ്. ജനറൽ നോളജ് അല്ല, അല്ലല്ല, സാധാ മാത്തിനെ കുറിച്ച് ഞാൻ കേട്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, സോ ഫസ്റ്റ് മൂവി കുമ്പളങ്ങി നൈറ്റ്സ് ആണ്. ആൻഡ് ഇപ്പോൾ ക്രിസ്റ്റിയിലാണെങ്കിൽ തന്നെ മാൽദീവ്സിൽ പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് പണ്ട് ഒരിടയ്ക്ക് ലൈക്ക് യു ഹാഡ് പോസ്റ്റഡ് ഓൺ ഇൻസ്റ്റഗ്രാം ഒരു സ്ക്യൂബ ഡൈവിങ്ങിന്റെ ഒരു ഫോട്ടോ ഒക്കെ. പക്ഷെ മാത്യു അക്വഫോബിക് ആണ്. ഫാക്ട് ആണോ ഫിക്ഷൻ ആണോ? അക്വഫോബിക് ആണോന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ ആണ്. ആക്ച്വലി എനിക്ക് വെള്ളം പേടിയാ. അപ്പൊ എങ്ങനെയാണ് ആ സംഭവം ലൈക്ക് മാനേജ് ചെയ്തത്? അതായത് ഇപ്പം കുമ്പളങ്ങിയിലാണെങ്കിലും ആ ഒരു അതെ അതെ, എനിക്ക് വെള്ളം പേടിയ, കാരണം ഞാൻ നീന്തലൊന്നും പഠിച്ചിട്ടുണ്ട്. അപ്പൊ കുമ്പളങ്ങിക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ നീന്തൽ പഠിച്ചതെന്ന് വെച്ചാൽ ഇങ്ങനെ പൂളിലാ പഠിച്ചേ. അപ്പൊ പുഴയിട്ടതൊക്കെ വരുമ്പോ ആഴുണ്ടാവില്ല. അപ്പൊ നമ്മളിങ്ങനെ ആക്ച്വലി ബാലൻസ് ചെയ്ത് നിക്കണം കാലടിച്ച്. എനിക്കത് ഇപ്പോഴും ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ നിലമുള്ളടത്തേക്ക് അതെ 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 ആഴം ഉണ്ടാവുമല്ലോ. അപ്പൊ അതിൽ നമ്മൾ പൊങ്ങി കിടക്കണമെങ്കിൽ നമ്മൾ ആക്ച്വലി കാലൊക്കെ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കണം, എന്നാലാണ് നിൽക്കുള്ളൂ. അപ്പൊ എനിക്ക് അറിയില്ല കറക്റ്റ് നീന്തലിന്റെ ടെക്നിക്കൽ സൈഡ് ചെറിയൊരു പേടിയുണ്ട്. സ്കൂബ ഡൈവ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ലൈഫ് ജാക്കറ്റും ഒക്കെ ഉണ്ട്, ഓക്സിജൻ മാസ്ക് ഉൾപ്പെടെ ഉണ്ട്. അപ്പൊ കുഴപ്പമില്ല, നല്ല ആൾക്കാരൊക്കെ കൂടെ വന്ന് അപ്പൊ കുറച്ച് കാമായിരുന്നു. ഓക്കെ, മാത്യു തോമസ് ഒരു റൊണാൾഡോ ഫാനാണ്. അതെ, ഞാൻ റിയൽ മാഡ്രിഡ് ഫാനാണ് റൊണാൾഡോ ഉണ്ടായിരുന്ന പോലെ. പക്ഷെ ഇപ്പൊ റൊണാൾഡോ പിന്നെ പോയ പിന്നെ എനിക്ക് അങ്ങനെ ഒരു പർട്ടിക്കുലർ ക്ലബ് എന്നുള്ള രീതിയിൽ ഇല്ല. ഞാൻ റൊണാൾഡോ ഇപ്പൊ സൗദിട്ടും കൂടെ പോയ പിന്നെ ഇപ്പൊ അങ്ങനെ കാണില്ല. റിയൽ മാഡ്രിഡിന് വേണ്ടി കളിക്കുമ്പോൾ എപ്പോഴും സ്ഥിരം കളിയൊക്കെ കാണുമായിരുന്നു. ഇപ്പൊ അങ്ങനെ ഇല്ല. അപ്പോൾ ഇനി മാത്യുയുടെ അപ്കമിങ് പ്രോജക്ട്സ് എന്തൊക്കെയാണ്? ലവ്ലി എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങാനുണ്ട്, കപ്പ് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങാനുണ്ട്. അത് രണ്ടുമാണ് റിലീസിനുള്ളത്. ചെയ്യാൻ കുറച്ചുണ്ട്. ആസിഫിനോ ഒന്നുമില്ല. ലവ്ലിയും ഇതൊക്കെ കഴിഞ്ഞെല്ലാം പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സിനിമകളാണ്. പ്രോബ്ലി എനിക്ക് തോന്നുന്നത് നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ അറിയില്ല. ലവ്ലിയിൽ ഇപ്പൊ അതൊരു ഈച്ചയൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള സിനിമ. ഞാൻ ആദ്യമായിട്ട് ഒരു ഇന്റർവ്യൂല് ലവ്ലിനെ പറ്റി ഒരു ഞാനത് പറഞ്ഞു. കുഴപ്പമില്ല. ഞങ്ങളൊരു പോസ്റ്റർ ഇറക്കിയായിരുന്നു ആക്ച്വലി, ഒരു ഈച്ചയും ഞാനിങ്ങനെ നിൽക്കുന്ന ഒരു വലിയ ഈച്ച. അതായിരുന്നു പോസ്റ്റർ കോൺസെപ്റ്റ്. അപ്പൊ ഒരു ഈച്ചയും ഒരു എൻ്റെ ഒരു ക്യാരക്ടറും തമ്മിലുള്ള ഒരു കോൺവെർസേഷനും അതാണ് പടം ആക്ച്വലി. സംസാരിക്കുന്ന ഈച്ച. അതെ അതെ, അപ്പൊ അതാണ് അതെ അതെ അതാണ് പടം. അപ്പൊ അത് കുറച്ച് ഞാനും ഭയങ്കര രസമായിരുന്നു ചെയ്യാൻ. ഞാൻ കൂടുതൽ പറയുന്നില്ല. ലവ്ലിയുടെ ആണ് ഈ ഒരു ഈച്ച. കപ്പ് ഒരു ബാഡ്മിന്റൺ സ്പോർട്സ് ജോണറിൽ വന്ന അതെ അതെ ബാഡ്മിന്റൺ ഒക്കെ ചെയ്യുന്നതാണ്. കപ്പ് ഓൾമോസ്റ്റ് കഴിയാറായി. ലവ്ലി ഈ അനിമേഷൻ ഉണ്ട് കുറച്ച് ഈച്ചയൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പൊ അത് കുറച്ച് സമയം എടുക്കും, പക്ഷെ ഭയങ്കര രസമായിട്ട് വരുന്ന ഒരു സാധനമായിരിക്കണം. ഓക്കെ മാത്യു, അപ്പൊ ഞങ്ങളുടെ ഇത്ര നേരം മാത്യു വിശേഷങ്ങൾ സ്പിൽ ചെയ്തതിന് താങ്ക് യു.